അവൻ്റെ ഏട്ടനെ ഏൽപ്പിക്കാൻ അവൻ അവിടെ വളരട്ടെ. എന്താ കുട്ടാ നീ ഉദ്ദേശിച്ചത്? ഋതപ്പൻ്റെ കാര്യമാണോ? നീ നിൻ്റെ വീട്ടിൽ തന്നെ നിൻ്റെ അമ്മയുടെ കൂടെ തന്നെയാണോ വളരുന്നത്? ആണോ? അപ്പോൾ ഋതപ്പനും അവൻ്റെ അമ്മയുടെ കൂടെ തന്നെയാണ് വളരുന്നത് കേട്ടോ. കൂടുതൽ നീ അന്വേഷിക്കാൻ വരല്ലേ. എന്തൊക്കെ കാണണം, എന്തൊക്കെ കേൾക്കണം. ഈ ശരിക്കും പറഞ്ഞാൽ രേണുവിൻ്റെ ഏറ്റവും പുതുതായിട്ട് രേണു തന്നെ ഇട്ട ഒരു വീഡിയോ ആണ് ഇതെന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് കാണുമ്പോഴത്തേക്കും എന്താണ് ഈ രേണു ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഏവനോ ഒരു കമന്റ് ഇട്ടു. ആ കമന്റ് അത് വായിക്കുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ചിരിയാണ് വരുന്നതെന്ന് പറയുന്നത്. കാരണം കിച്ചുവിനെ അവൻ്റെ ചേട്ടൻ്റെ കയ്യിൽ എത്തിക്കുക അവിടെ വളരട്ടെ എന്നുള്ള തരത്തിൽ. അതായത് കിച്ചു, ഏത് കിച്ചു? കിച്ചു എന്ന് പറയുന്നത് സുധീര മകനാണല്ലോ. അപ്പോൾ പുള്ളി ഉദ്ദേശിച്ചത് എനിക്ക് തോന്നുന്നു രേണു തന്നെ പറയുന്നുണ്ട്, ഋതപ്പനെ ആയിരിക്കാം, ഋതപ്പനെ കിച്ചുവിനെ ഏൽപ്പിക്കുക അവിടെ വളരട്ടെ എന്നുള്ളത്. അതുപോലെ എന്തൊക്കെയോ രീതിയിൽ അടിച്ചുപൊളി. അപ്പം ഇതുപോലെ തലതിരിഞ്ഞ ഓരോ കമന്റും പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ട് അതിന് എന്തിനാണ് ഈ പറയുന്ന രേണു മറുപടി പറയാനായിട്ട് നിൽക്കുന്നതെന്നാണ് മറ്റൊരു ചോദ്യം എൻ്റെ. കാരണം പറഞ്ഞാൽ വിട്ട് കളയാനുള്ള കാര്യങ്ങൾ വിട്ട് കളയും, അതും പൊക്കി പിടിച്ച് അതൊരു വീഡിയോ ആക്കി ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുക എന്നത് ശരിക്കും പറഞ്ഞാൽ രേണു എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതിനൊക്കെ എന്താ പറയുക, ഒരുമാതിരി നാട്ടുകാരെ അങ്ങ് വീണ്ടും വീണ്ടും വെറുപ്പിക്കുന്ന ആ ഒരു ലെവലിലോട്ട് മാക്സിമം എത്രത്തോളം എത്തിക്കാൻ പറ്റൂ അത്രത്തോളം ഞാൻ എത്തിക്കും എന്ന് ശപഥം വല്ലതും എടുത്തിരിക്കുകയാണോ രേണു എന്ന് മനസ്സിലാകത്തില്ല. കാരണം ചെയ്തൊക്കെ അമ്മാതിരിയാണ്. ഈ വീഡിയോ രേണു അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിന് താഴെ വന്ന കമന്റുകൾ ഓരോന്നായിട്ട് വായിച്ച് നോക്കണം അവിടെ. കാരണം എന്ന് പറഞ്ഞാൽ അമ്മാതിരി ഈ പറയുന്ന രീതിയിൽ അങ്ങേയറ്റം ഒരുമാതിരി വായിക്കാൻ പോലും കൊള്ളാത്ത രീതിയിലുള്ള കുറെ കമന്റുകൾ ഞാനതുപോലെ കാണിക്കാം എന്താണ് എന്നുള്ളത്. ഇവിടെ ആ കമന്റ് ചെയ്തതിനൊക്കെ രേണു കൊടുത്ത മറുപടി കാണുന്നു അവിടെ. എന്ന് വെച്ചാൽ അത്രയ്ക്കും ഒരുമാതിരി എന്താ പറയാ, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് തള്ളയും തന്തയും വിളിയാണ് രേണുവിന്റെ ഇപ്പോഴത്തെയും ആ ഒരു സ്വഭാവം എന്നാണ് തോന്നുന്നത്. കാരണം അമ്മാതിരിയുള്ള വളിച്ച രീതിയിലുള്ള വർത്തമാനമാണ് കമന്റ് ചെയ്യുന്നവരായാലും കമന്റിന് റിപ്ലൈ കൊടുക്കുന്ന രേണു ആയാലും ചെയ്യുന്നതെന്ന് പറയുന്നത്. എന്ത് കഷ്ടമാണ് എന്നാണ് ശരിക്കും പറയാൻ ചിന്തിക്കേണ്ടിയിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന രേണുവിന്റെ കൂടെ ഋതപ്പൻ എന്താ പറയുക വളരട്ടെ. അപ്പോൾ കിച്ചു എന്ന് പറയുന്നത് ഋതപ്പന്റെ ചേട്ടൻ തന്നെയാണല്ലോ. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ കിച്ചുവിനോടൊപ്പം പോയി എന്ന് എഴുതിയിട്ട് ആകാശമൊന്നും ഇടിഞ്ഞു വീഴാനും പോകുന്നില്ല. പിന്നെ രേണു അമ്മയാണ്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന രീതിയിൽ രേണു തന്നെ വളർത്തട്ടെ, രേണു ആണല്ലോ ചെലവിന് കൊടുക്കേണ്ടതെന്ന് പറയുന്നത്. അതൊക്കെ അങ്ങനെ ഇരിക്കട്ടെ. പക്ഷേ എന്തിനാണ് ഈ അനാവശ്യ കമന്റുകളും പൊക്കിക്കൊണ്ട് വന്നിട്ട് അത് ഒരു തരത്തിൽ ഇങ്ങനെ അതിനൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് ഇമാതിരി ഊളത്തരം കാണിക്കുന്നതെന്ന് മനസ്സിലാവാത്ത കാര്യം. പണ്ട് മുതലേ ഉള്ള സ്വഭാവമാണ് ഈ പറയുന്ന രേണുവിന് എന്തെങ്കിലും ഒരു കാര്യം കുത്തിപ്പൊക്കിക്കൊണ്ട് വന്ന് ഒരു കമന്റ് പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇതുപോലൊരു വീഡിയോ ഉണ്ടാക്കിക്കൊണ്ട് നാട്ടുകാരെ എന്നുള്ള തെറിപിടി അത്രയും കമന്റ് ബോക്സിൽ നിറയ്ക്കുക എന്നുള്ളത്. അത് പ്രത്യേകം ശബ്ദമെടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് രേണു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പരമ കഷ്ടമാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. അമ്മാതിരിയുള്ള ചെയ്താണ് ചെയ്യുന്നത്. കാരണം എന്ന് പറയാൻ ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഋതപ്പൻ കിച്ചുവിനോടൊപ്പം വളരട്ടെ അത് കേട്ടപ്പോഴത്തേക്കും ഈ പറയുന്ന രീതിയിൽ രേണുവിന് നല്ല രീതിയിൽ കൊണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ രേണു മറുപടി പറയുന്ന ഒരു കാര്യമാണ് രേണു ഈ ചെയ്തു വെച്ചതെന്ന് പറയുന്നത്. പക്ഷേ കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ കുറച്ചൊന്ന് നല്ല രീതിക്ക് ഒരുമാതിരി വളുപ്പായിപ്പോയി എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം എന്ന് പറയുന്നത് ആ വ്യക്തി പറഞ്ഞ കാര്യം അയാളോ തലതിരിഞ്ഞാണ് ആ കമന്റ് ഇട്ടിരിക്കുന്നത്. ആ തലതിരിഞ്ഞ കമന്റിന് ഒരു വീഡിയോ ഉണ്ടാക്കിക്കൊണ്ട് അതിന് മറുപടി കൊടുക്കാനായിട്ട് നിൽക്കുക എന്ന് പറയുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ഇത്രയ്ക്കും ക്ഷാമമാണോ കോണ്ടന്റിനെന്നാണ് ചോദിക്കേണ്ടിയിരിക്കുന്നത്. അമ്മാതിരിയുള്ള ചെയ്താണ്. അത്രയ്ക്ക് വലിയ ഇതാണെങ്കിൽ ആ കമന്റിന് റിപ്ലൈ കൊടുക്കുക. കാരണം എന്ന് പറയുന്നത് രേണു എല്ലാ കമന്റിനും റിപ്ലൈ കൊടുക്കുന്നുണ്ടല്ലോ. അത് നല്ല രീതിയിൽ വളിച്ച തെറികളാണ് രേണു വിളിച്ചു പോകുന്നത് അത്രയെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കമന്റിന് റിപ്ലൈ കൊടുക്കുന്ന ഒരു വ്യക്തിക്ക് ആ കമന്റിന് പോയി റിപ്ലൈ ചെയ്തുകൂടെ? തീർന്നല്ല അവിടെ പ്രശ്നം. അതെടുത്ത് പൊക്കി കൊണ്ടുവന്നിട്ട് അതിനൊരു വീഡിയോ ചെയ്ത് അതെടുത്ത് ഇനി നാട്ടുകാരെ കാണിച്ച് നാട്ടുകാരെ നിന്ന് വീണ്ടും കമന്റ് ബോക്സ് തെറിവിളി ഏൽപ്പിക്കുക. വല്ലാത്ത തരം ഒരു എന്താ പറയുക തൊലിക്കട്ടി എന്ന് പറയേണ്ടിയിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെയോ കാണിക്കട്ടെ, എന്ത് വേണം ചെയ്യും, പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം എന്താ പറയുക, അട്ടയെ പിടിച്ച് മെത്തേ കിടത്തി അത് കിടക്കത്തില്ല എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയാണ് രേണുവിന്റെ സ്വഭാവം എന്ന് പറയുന്നത്. അത് തന്നെ പറഞ്ഞിട്ടോ ചെയ്തിട്ടോ ഒന്നും തന്നെ ഒരു പ്രയോജനമില്ല. എന്തെങ്കിലും കാട്ടിക്കൊണ്ടേ.